മെഡിക്കൽ കോളേജിൽ ഐസിയുവിൽ ചികിത്സയിലായിരുന്ന രോഗികൾ മരിച്ചത് തീപിടുത്തം മൂലമല്ലെന്ന റിപ്പോർട്ട്. രോഗികളുടെ മരണത്തിന് കാരണം ഗുരുതര പരിക്കെന്നാണ് റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം അന്തിമ റിപ്പോർട്ട് പുറത്തുവരും. വകുപ്പ് മേധാവികൾ സൂപ്രണ്ടിന് കൈമാറിയ റിപ്പോർട്ടാണ് DMEക്ക് നൽകിയത്. അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. അരുൺ, ഇന്നലെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായതാണ്. ഈ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് മരണകാരണം? ശ്രുതി കീർത്തന, ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. മെഡിക്കൽ കോളേജിലെ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ സർജറി ICUവിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇവിടെ തന്നെ ന്യൂറോ വിഭാഗത്തിലെ അതുപോലെ ജനറൽ മെഡിസിനിലെയും 33ഓളം വരുന്ന രോഗികൾ കഴിഞ്ഞിരുന്ന സമയത്താണ് ഈ തീപിടുത്തം വെന്റിലേറ്റർ മെഷീനിൽ ഉണ്ടാവുകയും തുടർന്ന് ഇവരെ അതിവേഗം തന്നെ തൊട്ടടുത്തുള്ള ICUവിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ അന്നേ ദിവസവും തൊട്ടടുത്തുള്ള ദിവസങ്ങളിലുമായിട്ട് 5 രോഗികൾ മരണപ്പെട്ടതിൽ വലിയ ആശങ്കയാണ് പിന്നീട് ഉയർന്നത്. അതിൽ തന്നെ 2 രോഗികൾ നെയ്യാറ്റിൻകരയിൽ മരിച്ചതും അതുപോലെ തന്നെ ഓയൂരിൽ മരണപ്പെട്ടതുമായിട്ടുള്ള 2 രോഗികളുടെ കുടുംബങ്ങളാണ് കഴിഞ്ഞ ദിവസം ആരോപണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത്. പക്ഷേ ഇതിനോടകം തന്നെ ഈ കുടുംബങ്ങൾ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഇതുവരെ പരാതികൾ നൽകിയിട്ടില്ല. പക്ഷേ പരാതി വന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസുകൾ അന്വേഷിക്കുമെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. പക്ഷേ നിലവിൽ ഈ രോഗികൾ മരണപ്പെട്ടതിൽ ഈ തീപിടുത്തത്തിന് യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ള റിപ്പോർട്ടാണ് നിലവിൽ വകുപ്പ് മേധാവികൾ നേരത്തെ തന്നെ സൂപ്രണ്ടിന് കൈമാറിയത്. സൂപ്രണ്ട് ഇപ്പോൾ ആ റിപ്പോർട്ട് DMEക്ക് കൈമാറിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റ നിലയിലാണ് ഇവരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. വളരെ അത്യാസന്ന നിലയിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള മരണങ്ങളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളതാണ് നിലവിൽ ഈ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ഫോറൻസിക് അടക്കമുള്ള റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട്. കാരണം തീപിടുത്തം ഉണ്ടായി വളരെയധികം പുകപടലം നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഈ ICUവിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാണോ ഈ മരണം ഉണ്ടായെന്നുള്ള സ്ഥിരീകരണത്തിൽ എത്തണമെങ്കിൽ അന്തിമ റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നാൽ മാത്രമേ അന്തിമ റിപ്പോർട്ടിലേക്ക് എത്താൻ കഴിയുള്ളൂ. മരണകാരണം എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഗുരുതര പരിക്കേറ്റിട്ടുള്ള മരണമാണെന്നാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.